So let's do some problem based on the concept of conservation of mechanical energy. For that I consider this question. A rubber ball falls on a floor from a height of 19.6 meter. Calculate the velocity with which it strikes the ground. ആദ്യം ചെയ്യേണ്ടത് അതാണ്. രണ്ടാമത്തേത്, to what height will the ball rebounds if loses 25% of its energy on striking the ground. 19.6 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോള് താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുമ്പം എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, 19.6 മീറ്റർ ഹൈറ്റിൽ നിന്നും ഒരു ബോൾ താഴേക്ക് വീഴുമ്പോൾ അത് സർഫസിലേക്ക് എത്തുമ്പോൾ എർത്തിൻ്റെ സർഫസിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ വെലോസിറ്റി എത്ര, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സ്ട്രൈക്ക് ചെയ്തു, താഴെ എർത്തിൻ്റെ സർഫസിൽ വന്ന് ഇടിച്ചു. അപ്പോൾ അങ്ങനെ തട്ടുന്ന സമയത്ത്, സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 25% എനർജി അത് ലൂസ് ചെയ്തു, കളഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ റീബൗണ്ട് ചെയ്യുമ്പോൾ തട്ടി പൊന്തുമല്ലോ. റീബൗണ്ട് ചെയ്യുമ്പോൾ എത്ര ഹൈറ്റിലായിരിക്കും പൊന്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ നമ്മൾ കൺസർവേഷൻ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ബോൾ താഴേക്ക് വന്ന് വീഴുമ്പം ആക്ച്വലി ആ ബോൾ എത്ര ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് താഴെ എത്തുമ്പോൾ എന്തായി മാറുന്നത്, കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പോൾ നോക്കൂ, ഒരു ക്യാപിറ്റൽ H ഹൈറ്റിൽ നിന്നാണ് ഈ ബോൾ താഴേക്ക് വീണതെന്ന് കരുതുക. അപ്പോൾ ഈ ഹൈറ്റിൽ നിന്ന് ഈ ബോൾ താഴേക്ക് എത്തുമ്പം ഇവിടെയുള്ള സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി mg ക്യാപിറ്റൽ H ഇതായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദിസ് ലൊക്കേഷൻ. ഇത് താഴേക്ക് വീഴുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ അത് മുഴുവനായിട്ടും എന്തായി മാറും, കൈനറ്റിക് എനർജി ആയിട്ട് മാറും, 12 mv² ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മളോട് ആദ്യം ചോദിച്ചത് ഇത് എത്രയാണെന്നാണ്, ഈ വെലോസിറ്റി എത്രയാണെന്നാണ് എഴുതേണ്ടത്. സോ ബൈ കൺസർവേഷൻ പ്രിൻസിപ്പിൾ mgh is equal to 12 mv². സോ മാസ് ക്യാൻസൽ ചെയ്യുന്നു, ഈ 2 പുറത്തേക്ക് എടുത്താൽ 2gh ആണ്, ദാറ്റ് ഈസ് v². സോ v is equal to square root of 2gh ഇതായിരിക്കും കിട്ടുക. സോ ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്, മൾട്ടിപ്ലൈഡ് വിത്ത് എത്രയാണ്, h 19.6. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കൂ, 2 ഇൻറ്റു 9.8 എന്ന് പറഞ്ഞാൽ 19.6 ആണ്, ഇൻറ്റു 19.6. സോ 19.6 ഇൻറ്റു 19.6 അതിൻ്റെ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക, 19.6 മീറ്റർ പെർ സെക്കൻഡ്. 19.6 മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് ഫൈനൽ വെലോസിറ്റി. ഈ താഴേക്ക് എത്തുന്ന സമയത്ത്, സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന വെലോസിറ്റി ഇത്രയായിരിക്കും. ന്യൂമറിക്കലി ചെയ്തതാണ്. ഇനി അടുത്ത ഭാഗം, ഇത് ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്തു. സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 25% ഓഫ് എനർജി ലോസ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുമ്പം അതിൻ്റെ എനർജി ഈ mgh ആയിരിക്കും. അത് mv² ആയിട്ടാണ് അപ്പിയർ ചെയ്യാമെന്ന് മാത്രം, ശരിയല്ലേ? mv² ആയിരിക്കും ഈ സാധനം, 12 mv² ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജി ആയിട്ടാണ് അത് അപ്പിയർ ചെയ്യുന്നത്. ആക്ച്വലി ഈ എനർജിയാണ് നമുക്ക് താഴെ ഗ്രൗണ്ടിലെത്തുമ്പോൾ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണല്ലോ 12 mv² is equal to mgh എന്നുള്ളത് ഇക്വേറ്റ് ചെയ്ത് എഴുതിയത്. സോ ഗ്രൗണ്ടിലെത്തുന്ന സമയത്തുള്ള എനർജി mgh ആണ് ബേസിക്കലി. ആ ഹൈറ്റിലുള്ള എനർജിയാണ് താഴെ എത്തുമ്പോൾ ഉള്ളത്. സ്ട്രൈക്ക് ചെയ്യുമ്പം അതിൻ്റെ 25% സബ്ട്രാക്ട് ചെയ്തു, കളഞ്ഞുപോയി, ലൂസ് ചെയ്തു പോയി. അപ്പം ആഫ്റ്റർ ദ സ്ട്രൈക്കിംഗ് energy after the striking the floor, energy after striking the floor, energy after striking the floor. ഈ ഫ്ലോറിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം അതിന് കിട്ടുന്ന എനർജി എത്രയായിരിക്കും, that is equal to mgh minus 25% of mgh. ശരിയല്ലേ? mgh മൈനസ് 25% ഓഫ് mgh. 25% നഷ്ടപ്പെട്ടു പോയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു mgh മൈനസ് 25% എങ്ങനെ എഴുതുക, 25/100 ഇൻറ്റു mgh ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു mgh minus 25
mgh divided by 100. So 100 mgh minus 25 mgh, that is 75 mgh divided by 100. അപ്പോൾ ഇതായിരിക്കും ഇത്രയും ഫ്രാക്ഷൻ ആയിരിക്കും 0.75 ഓഫ് എം ജി എച്ച് ആയിരിക്കും ഈ താഴെ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം അതിനുണ്ടാവുന്നത്, ശരിയല്ലേ? അപ്പം ഈ എം ജി എച്ച് ആണ്, എം ജി എച്ച് എന്ന് പറയുന്ന ഇത്രയും എമൗണ്ട് ഓഫ് എനർജിയാണ് താഴെ വരുമ്പോൾ വരെ ഉള്ളത്. സ്ട്രൈക്ക് ചെയ്ത സമയത്ത് ഈ എനർജിയിൽ നിന്ന് 25% നഷ്ടപ്പെടുന്നു, ബാക്കി വരുന്ന എനർജിയാണ് ഇത്. ഇനി ഇത്രയും എനർജി ഉപയോഗിച്ചിട്ടാണ് ഇത് വീണ്ടും പൊന്തുന്നത്, അത്രയും എനർജി ഉപയോഗിച്ചിട്ടാണ് ഇത് ഒരു ഗിവൺ ഹൈറ്റിലേക്ക് പൊന്തുന്നത്. അപ്പോൾ അത് ഒരു നോക്കൂ, ഒരു എച്ച് ഹൈറ്റിലേക്കാണ് ഉയർന്നതെന്ന് വിചാരിക്കുക, എച്ച് ഹൈറ്റിലേക്കാണ് ഉയർന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എച്ച് ഹൈറ്റിലേക്ക് അത് ഉയരുമ്പം ഇവിടെ എത്തുന്ന സമയത്ത് അതിന് എനർജി എത്രയായിരിക്കും? എം ജി സ്മോൾ എച്ച്, ശരിയല്ലേ? എം ജി സ്മോൾ എച്ച്. സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ഇതേ ഹൈറ്റിൽ ഉയരില്ല, കാരണം 25% ലോസ് ചെയ്തു. അപ്പോൾ അത്രയ്ക്ക് ഉയരാൻ കഴിയില്ല, അതിനേക്കാളും കുറച്ച് ഹൈറ്റിലേ ഉയരാൻ കഴിയുള്ളൂ. ആ ഹൈറ്റാണ് എം ജി എച്ച് എന്ന് വിചാരിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് തട്ടി എനർജി ഫുൾ കൺസേർവ് ചെയ്തിരുന്നുവെങ്കിൽ അതുവരെ പൊന്തുമായിരുന്നു, പക്ഷേ കൺസേർവ് ചെയ്യുന്നില്ല, 25% നഷ്ടപ്പെട്ട് കളയുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും ഹൈറ്റിൽ പൊന്തില്ല, കുറച്ചൊരു ഹൈറ്റ്, ഒരു എച്ച് ഹൈറ്റിലായിരിക്കും പൊന്തുക. ഈ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്, ഈ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. എഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷമുള്ള എനർജി അത് ഉപയോഗിച്ചാണ് ഇത് ഈ എം ജി എച്ച് ഈ ഹൈറ്റ് വരെ ഉയരുന്നത്, ശരിയല്ലേ? സ്ട്രൈക്ക് ചെയ്തതിന് ശേഷമുള്ള എനർജി അതുപയോഗിച്ചിട്ടാണ് ഈ ബോള് ഇത്രയും ഹൈറ്റ് വരെ ഉയരുന്നത്. ഇത്രയും ഹൈറ്റിലേക്ക് ഉയർന്നാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ചും കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അതായത് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര എനർജിയാണോ സ്ട്രൈക്കിങ്ങിന് ശേഷമുള്ളത്, ആ എനർജി ഇവിടെ എത്തുമ്പം മുഴുവനും പൊട്ടൻഷ്യലായി മാറിയിട്ടുണ്ടാവും. കൺസർവേഷൻ, എനർജി നഷ്ടപ്പെടുന്നില്ലല്ലോ. സോ ഇവിടെയുള്ള എനർജി മുഴുവനും ഇവിടെ താഴെ വിടുന്ന സമയം വരെ കൈനറ്റിക്കായി മാറിയതുപോലെ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ഉള്ള എനർജി ആയിരിക്കും ഈ ഹൈറ്റിലേക്ക് ഉയരാൻ അതിനെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എം ജി സ്മോൾ എച്ച് എന്ന് പറയുന്ന എനർജി എന്തിന് ഈക്വലായിരിക്കും? സ്ട്രൈക്ക് ചെയ്തതിന് ശേഷമുള്ള എനർജി. സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം വരുന്ന എനർജി എത്രയാ? 75 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എം ജി എച്ച്, അല്ലേ? സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ഇത്രയും എനർജിയാണുള്ളത്. ഈ എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് പൊന്തിയിട്ടുണ്ടാവുക, എം ജി എച്ച് വരെ പൊന്തിയിട്ടുണ്ടാവുക. സോ എം ക്യാൻസൽ, ജി ക്യാൻസൽ, സ്മോൾ എച്ച് ഇസ് ഈക്വൽ ടു 75/100 ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. സോ നിങ്ങളിത് ചെയ്ത് നോക്കുക, 75/100 ഇൻറ്റു 19.6 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് മച്ച് മീറ്റർ ആയിരിക്കും അത് ഫൈനലി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേ ചോദ്യം നമുക്ക് പല രീതിയിൽ ചെയ്യട്ടോ. അപ്പോൾ എൻട്രൻസിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇന്നൊരു ഹിൻറ്റ് കിട്ടുന്നുണ്ട്. 25% സബ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് 75/100 എം ജി എച്ച് എന്ന് വന്നത്, ഫ്രാക്ഷൻ ആഫ്റ്റർ ദ സ്ട്രൈക്കിംഗ്. 30% ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? 30% 70/100 ഇൻറ്റു സംതിങ് എം ജി എച്ച് എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടുക 70/100 ഇൻറ്റു എച്ച് എന്നായിരിക്കും കിട്ടുക. 40% ആണ് ലൂസ് ചെയ്തതെങ്കിൽ 60/100 ഇൻറ്റു എച്ച് എന്നാവും കിട്ടുക. അപ്പോൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എത്ര പെർസെൻറ്റേജ് ആണോ ലൂസ് ചെയ്തത് അതനുസരിച്ച് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ആണ് ലൂസ് ചെയ്തത് ബാക്കി ആലോചിച്ച് നോക്കുക. 40% ആണ് ലൂസ് ചെയ്തതെങ്കിൽ 60/100 ഇൻറ്റു എച്ച് ചെയ്താൽ സ്മോൾ എച്ച് കിട്ടും. 35% ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 65 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എച്ച് നമുക്ക് കിട്ടും. ദിസ് ഇസ് ദ ഐഡിയ. അപ്പം ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക? ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വെലോസിറ്റി എന്ന് കണ്ടുപിടിച്ചു. അവിടെ നമ്മൾ എടുത്ത കൺസെപ്റ്റ് ഇതിൻ്റെ മൊത്തം പൊട്ടൻഷ്യൽ എനർജി താഴെ എത്തുമ്പോൾ കൈനറ്റിക്കായി മാറുന്നു. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം 25% ലൂസ് ചെയ്തു. അപ്പോൾ ഇതായിരിക്കും ബാക്കി വരുന്ന എനർജി. ഈ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഒരു ഗിവൺ ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവുക. സോ അറ്റ് ദാറ്റ് ഹൈറ്റ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് എന്ന് പറയുന്നത് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം വരുന്ന എനർജിക്ക് ഈക്വൽ ആയിരിക്കും. സോൾവ് ചെയ്തു, സ്മോൾ എച്ച് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ദിസ് ഇസ് ദ ഐഡിയ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് എ ബോഡി ഓഫ് മാസ് 5 kg is thrown vertically up with kinetic energy of 490 joule. Find the height at which the kinetic energy of the body become half of its original value. ഏത് ഹൈറ്റിലാണ് ഈ കൈനറ്റിക് എനർജി അതിൻ്റെ പകുതിയാവുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഒരു എം മാസുള്ള ബോഡിയാണ്,
മാസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കിലോഗ്രാം. ഇനി കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി കെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 490 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. ഏത് ഹൈറ്റിലെത്തുമ്പോഴാണ് ഈ 490 ജൂളിൻ്റെ പകുതിയാവുന്നത് എന്നാണ് ചോദ്യം. ലെറ്റ് h be the height for which the kinetic energy at this point is half of the original K. ഓക്കെ, ഈ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലാണ് വിചാരിക്കുക, ആ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലാണ് ഇതിൻ്റെ കൈനറ്റിക് എനർജി അതിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ പകുതിയാവുന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? എച്ച് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി, എച്ച് എന്ന് പറയുന്ന പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി mgh ആയിരിക്കും. ഈ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ഇനീഷ്യൽ എനർജിയുടെ പകുതിക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കെ ആണ്, അതിൻ്റെ പകുതിക്ക് ഈക്വൽ ആയിരിക്കും. എനർജി കൺസർവേഷനാണ് ഞാനിവിടെ എടുത്തത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം എച്ച് ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി mgh എന്നുള്ളത് പകുതി കുറഞ്ഞല്ലോ, കൈനറ്റിക് എനർജി പകുതി കുറഞ്ഞല്ലോ. കൈനറ്റിക് എനർജി പകുതി കുറഞ്ഞു പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പകുതി കൂടിയിട്ടുണ്ടാവും. ആ കൂടിയ പൊട്ടൻഷ്യൽ എനർജിയാണ് mgh, അത് കൈനറ്റിക് എനർജിയുടെ പകുതിക്ക് ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 490/2. മാസ് അറിയാം, ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്, ഓൾ ഓഫ് യു നോ. എച്ച് കണ്ടുപിടിച്ച് നോക്കുക. സോ എച്ച് ഇസ് ഈക്വൽ ടു 490 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എം ഇൻറ്റു ജി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എച്ച്. എച്ച് എത്രയെന്ന് കണ്ടുപിടിക്കുക. സോ ദിസ് ഇസ് അനദർ പ്രോബ്ലം റിഗാർഡിംഗ് ദിസ് സെഷൻ. ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലം ഇതാണ്. ഇനി നമ്മൾ ഈ മെക്കാനിക്കൽ എനർജിയെ പറ്റി ഒരു 2 വാക്കും കൂടെ പറയാൻ താല്പര്യപ്പെടുന്നു. മെക്കാനിക്കൽ എനർജി എന്നുള്ളതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ടോട്ടൽ എനർജി എന്നാണ്. ശരിയാണല്ലോ, ടോട്ടൽ എനർജി എന്നാണ് മെക്കാനിക്കൽ എനർജിയെ വിളിക്കുന്ന ഒരു പേര്. ടോട്ടൽ എനർജി എങ്ങനെ എഴുതുക? മെക്കാനിക്കൽ എനർജി എങ്ങനെ എഴുതുക? E is equal to കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതുകൊണ്ട് E മൈനസ് വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെ ആയിരിക്കും അല്ലേ? ടോട്ടൽ എനർജിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി കുറച്ചാൽ കൈനറ്റിക് എനർജി കിട്ടും. നമുക്കറിയാം കൈനറ്റിക് എനർജി എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, അതായത് പോസിറ്റീവ് ആയിരിക്കും. കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? E മൈനസ് വി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. E മൈനസ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ആയിരിക്കും. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയും ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും എപ്പോഴും ഈ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുക. എന്താണ് ഈ കണ്ടീഷൻ? ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവോ ആയിരിക്കും. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കും എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി. ശരിയല്ലേ? ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി എന്നാണ്. സോ ആരാ വലുത്? ടോട്ടൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കും. ഈക്വൽ ആവാം. ഈക്വൽ ആവുമ്പോൾ എന്താ? കൈനറ്റിക് എനർജി 0. ശരിയല്ലേ? ഈക്വൽ ആവുന്ന സമയത്ത് ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആണ്. ടോട്ടൽ എനർജിയും കൈനറ്റിക് ഇത് രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആണ്. ഇനി ഇതൊരിക്കലും ഇതിനേക്കാളും കുറയാൻ പാടില്ല. നോക്കൂ, പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കുറവ് ടോട്ടൽ എനർജി വരാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടോട്ടൽ എനർജി 10 ജൂള്, പൊട്ടൻഷ്യൽ എനർജി 15 ജൂള്. അപ്പോൾ എന്താ പ്രശ്നം? 10 ജൂൾ മൈനസ് 15 ജൂൾ, അപ്പോൾ എത്രയായി? -5 ജൂൾ. അത് പറ്റുമോ? പോസിബിൾ ആണോ? അല്ല. അതാണ് പറയുന്നത്, ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കൂടുതലായിരിക്കണം. തിരിച്ചും പറയാം, പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കണം, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. ഇത് പൊസിഷൻ, ഇത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് തന്നപ്പം ഇങ്ങനെ കണ്ടു വിചാരിക്കും. അപ്പോൾ ഇതാണ് വിചാരിക്കും അതിൻ്റെ ഗ്രാഫ്, ഒരു പാരബോളിക് ഷേപ്പാണ്. ടോട്ടൽ എനർജി ഇതാണ്.
ഇതാണ് ടോട്ടൽ എനർജീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവ്. ഇത് പൊട്ടൻഷ്യൽ എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവ്. ഇത് ടോട്ടൽ എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവാണ്. ഇത് പൊട്ടൻഷ്യൽ എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവാണ്. അപ്പം ഇതാണ് വാല്യൂ, 2 പോയിൻറ്റ്സ് x1 x2 എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് ഗ്രാഫിക്കൽ അനാലിസിസ് നല്ലോണം അറിയണേ, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കൂ കുട്ടികളെ, ഈ x1ൻ്റെ x2ൻ്റെ ഇടയിലുള്ള പ്രത്യേകത എന്താ? x1 x2 എന്ന് പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ ഇടയിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിനേക്കാളും കുറവാണ്. ഇതല്ലേ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ആണ്. ഓക്കെ, ടോട്ടൽ എനർജിയുടെ വാല്യൂവിനേക്കാളും കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ അത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പോയിന്റ് നോക്കുക. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് അത് കണ്ടുപിടിക്കാൻ ഈ പോയിന്റ് നേരെ ഇങ്ങനെ പോയിട്ട് ഈ വാല്യൂ ഇതായിരിക്കും ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി. ശരിയാണോ? ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ഇങ്ങനെ പോവുക, ഇതായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. എന്നാൽ ആ പോയിന്റിലെ ടോട്ടൽ എനർജി എത്രയായിരിക്കും? നോക്കൂ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ വരെ പോകും. ഇതാണ് ആ വാല്യൂവിൻ്റെ ടോട്ടൽ എനർജി. അപ്പോൾ നോക്കൂ, ടോട്ടൽ എനർജിനേക്കാളും കുറവാണ് പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായോ? എന്നാൽ നിങ്ങൾ ഈ x1ൻ്റെ x2ൻ്റെ ഇപ്പുറത്ത്, x1 x2ൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ അല്ലേ? ഇങ്ങനെ പോയി ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ. ടോട്ടൽ എനർജിയുടെ വാല്യൂയോ ഇങ്ങനെ ഇതാണ് ടോട്ടൽ എനർജിയുടെ വാല്യൂ. അപ്പോൾ ടോട്ടൽ എനർജിയേക്കാളും കൂടുതലാണ് പൊട്ടൻഷ്യൽ എനർജി. നോക്കൂ, x1ന് ശേഷം. അതുപോലെ തന്നെ x2ന് അപ്പുറത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി ഇത്രയുണ്ട്, പക്ഷേ ടോട്ടൽ എനർജി അത്രയും വരില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്താ x1ൻ്റെ x2ൻ്റെ പ്രത്യേകത? x1 x2 എന്ന് പറഞ്ഞ പോയിന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ x1 എന്ന് പറയുന്ന പോയിന്റിൽ നോക്കൂ, ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒരേ വാല്യൂ വരുന്നത്. ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒരേ വാല്യൂ ആണ് ആ പോയിന്റിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം ആ പോയിന്റ് വരെ കുഴപ്പമില്ല, അതിനിപ്പുറത്തും ഇതിനപ്പുറത്തും ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ വാല്യൂ, എക്സിൻ്റെ വാല്യൂ ലെസ് x1 ആയാലും അതുപോലെ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ x2 ആയാലും, x1നേക്കാളും താഴെ ഈ ഭാഗം, x2നേക്കാളും മുകളിൽ എന്ന് വെച്ചാൽ ആ ഭാഗം, ഈ രണ്ട് ഭാഗത്തും പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കൂടുതലാണ്. അത് അലൗഡ് അല്ല. പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ ഈ ഗ്രാഫിൽ അലൗഡ് ആയിട്ടുള്ള അനുവദനീയമായ റീജിയൺ ഏതാണ്? അനുവദനീയമായ റീജിയൺ ഇതാണ് അലൗഡ് റീജിയൻ. ഇതാണ് അനുവദനീയമായ റീജിയൻ, അലൗഡ് റീജിയൻ. കാരണം ഈ x1 മുതൽ x2 വരെ ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ എനർജിയേക്കാളും കുറവാണ് പൊട്ടൻഷ്യൽ എനർജി. x1ൻ്റെ x2ൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും ടോട്ടൽ എനർജിയേക്കാളും കുറവാണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത്. എന്നാൽ x2ന് ശേഷവും x1ന് മുമ്പും ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ടോട്ടൽ എനർജിയേക്കാളും കൂടുതലാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വരും. ഇൻ സച്ച് കേസ് കൈനറ്റിക് എനർജി ഈസ് നെഗറ്റീവ്. ദിസ് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവുന്നത് അംഗീകാര്യമല്ല. എന്നാൽ x2ൻ്റെ x1ൻ്റെ ഇടയിൽ അക്സെപ്റ്റബിൾ ആണ്, കൈനറ്റിക് എനർജി പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട് ആക്സെപ്റ്റബിളായ റീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം. എങ്ങനെയാണ് അവിടെ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുക? പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കണം. ആ റീജിയൻ എവിടെ നോക്കുക? പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇനി വേറൊരു കണ്ടീഷൻ k+v = 0 ആണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കൂ, ഇഫ് k = 0 ആൻഡ് v = 0 therefore ടോട്ടൽ എനർജി = 0. ഒരു സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ ടോട്ടൽ എനർജിയും 0 ആയിരിക്കും. കൈനറ്റിക് 0 ആണ്, പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ ടോട്ടൽ എനർജിയും 0 ആയിരിക്കും, അതിന് സംശയമില്ല. പക്ഷേ കോൺവേഴ്സ് പറയാൻ വയ്യ. കോൺവേഴ്സ് എന്താണ്? ടോട്ടൽ എനർജി 0 ആണ്. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി 0 ആണ് എന്ന് പറഞ്ഞാൽ ഉടനടി ആ സിസ്റ്റത്തിന് കൈനറ്റിക്കും ഇല്ല പൊട്ടൻഷ്യലും ഇല്ല എന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി 0, പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ ടോട്ടൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. 0 + 0 0 ആണല്ലോ. പക്ഷെ ഇതിനെ കോൺവേഴ്സ് പറയാൻ പാടില്ല. കോൺവേഴ്സ് എന്താ? ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി 0 എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ആ സിസ്റ്റത്തിന് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം
ഒരു സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി സമം മൈനസ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി ആയി കഴിഞ്ഞാൽ ഇത് പോസിബിളാണ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി 10 ജൂൾ, ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി -10 ജൂൾ. ഒരു സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി 10 ജൂളാണ്, പൊട്ടൻഷ്യൽ എനർജി -10 ജൂളാണ്. ആഡ് ചെയ്ത് നോക്കൂ, 0 എന്ന് കിട്ടും. എന്ന് കരുതി കൈനറ്റിക് എനർജി 0 ആണോ? അല്ല. പൊട്ടൻഷ്യൽ എനർജി 0 ആണോ? അല്ല. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റത്തിന് നെഗറ്റീവ് ടോട്ടൽ എനർജി ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു സിസ്റ്റത്തിന് നെഗറ്റീവ് എനർജി പറ്റുമോ? ഇവിടെ നോക്കൂ, കൈനറ്റിക് എനർജി ഒരിക്കലും നെഗറ്റീവ് പോസിബിൾ അല്ല. പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, നോ പ്രോബ്ലം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കണം. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കണമെന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, ഇറ്റ് ക്യാൻ ബി 0, നോ റെസ്ട്രിക്ഷൻ. ഇനി എൻ്റെ അടുത്ത പോയിന്റ്, ടോട്ടൽ എനർജി പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ എന്ന്. അതിനും തന്നെ റെസ്ട്രിക്ഷൻ ഇല്ല. ടോട്ടൽ എനർജി ക്യാൻ ബി പോസിറ്റീവ്, ടോട്ടൽ എനർജി ക്യാൻ ബി നെഗറ്റീവ്, നോ റെസ്ട്രിക്ഷൻ. ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ സിസ്റ്റം ബൗണ്ടഡ് ആണ്, സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. ഇഫ് ടോട്ടൽ എനർജി ഈസ് നെഗറ്റീവ്, ഇഫ് ടോട്ടൽ എനർജി ഈസ് നെഗറ്റീവ്, then the system is stable and bounded. സിസ്റ്റം സ്റ്റേബിൾ ആണ്, സിസ്റ്റം ബൗണ്ടഡ് ആണ് എന്ന് കാണാൻ സാധിക്കും. സോ ടോട്ടൽ എനർജി നെഗറ്റീവ് അക്സെപ്റ്റബിൾ ആണേ. ഒരുപാട് സിസ്റ്റങ്ങളുടെ ടോട്ടൽ എനർജി നെഗറ്റീവാണ്. ഫോർ എക്സാമ്പിൾ സോളാർ സിസ്റ്റം, ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സോളാർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ ഒക്കെ എനർജി നെഗറ്റീവാണ്. നെഗറ്റീവാണ് എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിസ്റ്റം സ്റ്റേബിളാണ്, ബൗണ്ടഡ് സിസ്റ്റമാണ്. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ എനർജി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവാണ്. സിസ്റ്റം സ്റ്റേബിളാണ്, ബൗണ്ടഡ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യണം. എപ്പോഴും ഇതേ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കൂടുതലാവണം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാളും കുറവായിരിക്കണം. കണ്ടോ, ഈ സ്ഥലത്ത് മാത്രമാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇപ്പുറത്ത് വരുന്ന സമയത്ത് കണ്ടോ, പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്, ടോട്ടൽ എനർജി ഇത്രയേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി അതിനേക്കാളും കൂടുതലാണ്. ഇവിടെ ടോട്ടൽ എനർജി ഇത്രയേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി അതിനേക്കാളും കൂടുതലാണ്. ദാറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. മൂന്നാമത്തെ പോയിന്റ്, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു മൈനസ് പൊട്ടൻഷ്യൽ എനർജി വന്നാൽ ടോട്ടൽ എനർജി 0 ആയിരിക്കാം. ഈ പോയിന്റ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് എനർജി അക്സെപ്റ്റബിൾ ആണ്, സിസ്റ്റം ബൗണ്ടഡ്. പോസിറ്റീവ് എനർജി കാണിച്ചാൽ സത്യം പറഞ്ഞാൽ സിസ്റ്റം സ്റ്റേബിൾ അല്ല. ഫിസിക്സിൽ ഒരു സിസ്റ്റത്തിൻ്റെ എനർജി പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്, സിസ്റ്റം ബൗണ്ടഡ് അല്ല, അൺസ്റ്റേബിൾ ആണെന്നാണ് അതിൻ്റെ ഫിസിക്കൽ മീനിങ്. എപ്പോഴും നമ്മുടെ സാറ്റലൈറ്റ് സിസ്റ്റം, ആറ്റം, അതുപോലെ തന്നെ മോളിക്യൂൾസ്, അതുപോലെ തന്നെ സൗരയൂഥം, സോളാർ സിസ്റ്റം, ഇതിൻ്റെയൊക്കെ ടോട്ടൽ എനർജി നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേബിളാണ്, ബൗണ്ടഡ് ആണ്, നോ പ്രോബ്ലം. സോ ദീസ് ആർ ദ ബേസിക് ഐഡിയ. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ വളരെ അഡ്വാൻസ്ഡ് പോയിൻ്റാണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടോളൂ, അതാണ് നല്ലത്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനത് ഡിസ്കസ് ചെയ്തത്. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ എക്സാം, ആ ലെവലിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കുക.